ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2021 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഗയ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയെ പറ്റി അധികമായിട്ട് വേറൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക, കൂടാതെ ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുന്നത് ഒരു വലിയ കാട് കാണിച്ചുകൊണ്ടാണ്. അതിന് നടുവിലൂടെ തന്നെ വലിയൊരു പുഴയും പോകുന്നുണ്ട്. അതിലൂടെ ബോട്ടിലെ രണ്ടുപേര്, അതും രണ്ട് ഫോറസ്റ്റ് റേഞ്ചർമാര്. ഒരാളുടെ പേര് ഗ്യാബി, മറ്റൊരാളുടെ പേര് അവളുടെ പാർട്ണറായിട്ടുള്ള വിൻസ്റ്റന്റ്. ഇപ്പൊ ഇവര് രണ്ടുപേരും ഈ കാടിനകത്ത് പലയിടങ്ങളിലായിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം പരിശോധിക്കണം. ഈ ഡ്രോൺ എല്ലാം പറത്തി നോക്കി കാടിനകത്ത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് രണ്ടുപേരും ആ ഒരു ചെറിയ ബോട്ടിലൂടെ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഗ്യാബി അവളുടെ കയ്യിലുള്ള ഡ്രോൺ ഇങ്ങനെ പറത്തി നോക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാടിനുള്ളിലൂടെ ആ ഡ്രോൺ പറത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഏതോ ഒരു രൂപത്തിന്റെ മുന്നിൽ ആ ഒരു ഡ്രോൺ വന്ന് നിൽക്കുന്നു. വ്യക്തമായിട്ട് കാണിച്ചു തരുമ്പോൾ അതൊരു മനുഷ്യനാണ്. ഇത്രയും വലിയൊരു കാടിനകത്ത് എങ്ങനെ ഒരു മനുഷ്യൻ? അതുമല്ല, കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഡ്രോൺ തകർന്ന് താഴേക്ക് വീഴുന്നു. ഇതുകൂടിയാകുമ്പോൾ ഗ്യാബി വിൻസ്റ്റനോട് പറയും, വിൻസ്റ്റന്റ് നമുക്ക് ആ ഒരു ഡ്രോൺ എടുക്കാൻ പോകണമെന്ന് പറയുമ്പോൾ വിൻസ്റ്റന്റ് പറയും, ഇല്ല, അതൊരിക്കലും കഴിയത്തില്ല. കാരണം ഈ ഒരു കാടിനകത്തേക്ക് നമുക്ക് കയറാൻ കഴിയത്തില്ല. അങ്ങനെ കയറി കഴിഞ്ഞാലേ അവിടേക്ക് പോകുന്ന ആരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ ഗ്യാബി പറയും, പക്ഷെ നമുക്ക് ആ ഒരു ഡ്രോൺ ഉപേക്ഷിച്ചിട്ട് പോകാൻ കഴിയത്തില്ല, വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ വിൻസ്റ്റനെ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ അവൻ പറയും, ശരി, ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ബോട്ട് കരയിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. പക്ഷെ അവൻ ബോട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. അങ്ങനെ നമ്മുടെ ഗ്യാബി ഈ ഒരു ഡ്രോൺ അന്വേഷിച്ച് അകത്തേക്ക് നടന്ന് പോകുമ്പോഴത്തേക്കാണ് ഈ കാടിനുള്ളിൽ ഒരാളെ കാണിച്ചല്ലോ, അതൊരു പയ്യനാണ്. അവനോടൊപ്പം തന്നെ വേറൊരാളും ഉണ്ട്. ഇപ്പൊ ആ ഒരു പയ്യന്റെ കയ്യിൽ ഈ ഡ്രോൺ ഉണ്ട്. അവൻ അതും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കാര്യം അറിയാതെ ഗ്യാബി ഡ്രോൺ അന്വേഷിച്ച് ഒരുപാട് ദൂരം അകത്തേക്ക് വരുന്നു. അവിടെ വന്ന് നോക്കുമ്പോൾ ഡ്രോണിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ അവൾക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡ്രോൺ ആരെങ്കിലും അകത്തേക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവള് കുറച്ചുകൂടി ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങും. അങ്ങനെ കുറേ ദൂരം വരുമ്പോൾ ഈ രണ്ടുപേരുണ്ടല്ലോ കാടിനകത്ത് കണ്ട, അവര് രണ്ടുപേരും മറ്റൊരു സ്ഥലത്തേക്ക് ചെന്നിട്ട് എന്തോ ഒരു കെണി ആ ഒരു കാട്ടിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതറിയാതെയാണ് നമ്മുടെ ഗ്യാബി ആ കാടിനകത്ത് നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിന്നിട്ട് അവൾക്കൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഫോൺ എടുത്ത് അവൾ സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ സിഗ്നൽ കിട്ടുന്നില്ല. അതേസമയം വിൻസ്റ്റൺ ഉണ്ടല്ലോ, അവൻ കുറെ നേരമായിട്ട് ഗ്യാബിയെ കാണാത്തത് കൊണ്ട് തന്നെ അകത്തേക്ക് കയറി വരുന്നു. ഇപ്പൊ ഈ ഒരു കാടിനകത്ത് നിൽക്കുന്നവരാണെങ്കിലോ ഇവര് പോകുന്ന വഴിക്കുള്ള ക്യാമറകളിലെല്ലാം മണ്ണ് കൊണ്ട് ഇങ്ങനെ മൂടി വെക്കുന്നുണ്ട്, ഒന്നും കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെ വിൻസ്റ്റന്റ് കുറെ ദൂരം നടന്നു വന്നിട്ട് ഒരു ക്യാമറ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഇതുപോലെ മണ്ണ് തേച്ച് വെച്ചേക്കുന്ന കാര്യം അവൻ കാണും. ഇതാരാ ഇങ്ങനെ ചെയ്തേ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്ന് അറിയാൻ കഴിയാതെ അവൻ അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് ഈ കാടിനകത്ത് നിൽക്കുന്ന അവര് രണ്ടുപേരും എന്തോ ഒരു മഷ്റൂം അങ്ങനെ എടുത്തിട്ട് അതിനകത്ത് പ്രത്യേകതരം പൊടി പോലെ എന്തോ ഒരു കാര്യമുണ്ട്, അത് കാറ്റിലൂടെ പറത്തി വിടും. എന്തിനാണെന്ന് അറിയത്തില്ല. ഇവിടെ ഗ്യാബിയെ കാണിക്കുമ്പോൾ ഗ്യാബി അവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ അവൾക്ക് തിരിച്ചു പോകാനായിട്ട് അറിയത്തില്ല, വഴി തെറ്റിപ്പോയെന്ന് തോന്നുന്നു. അവൾ പെട്ടെന്ന് മാപ്പ് എടുത്ത് അതിൽ നോക്കി തിരിച്ചു പോകാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ ചുറ്റിനായിട്ട് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. അടുത്തുള്ള ഒരു കാടിനുള്ളിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുമ്പോൾ അവൾ അവിടേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു രൂപ ഇരിക്കുന്നത് പോലെ അവൾ പേടിച്ചിട്ട് പിന്നെയും തിരിഞ്ഞു നോക്കി. ഒരു തവണ കൂടി ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ അവിടെ കാണുന്നില്ല. കൂടാതെ അവളുടെ ചുറ്റിന് നല്ല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇത് കാരണം ഗ്യാബി വിചാരിക്കും ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പെട്ടെന്ന് നടക്കാൻ തുടങ്ങാണ്. അവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, നേരത്തെ രണ്ടുപേര് കെണി സെറ്റ് ചെയ്ത് വെച്ചല്ലോ, ആ ഒരു വഴിയാണ് ഗ്യാബി ഇപ്പോൾ നടക്കുന്നത്. ഇതറിയാതെ അവൾ നേരെ അടുത്തുള്ള ഒരു കയറിലേക്ക് വന്നിങ്ങനെ തട്ടിക്കൊടുക്കുന്നതും അവര് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന വലിയ മൂർച്ചയുള്ള ഒരു കമ്പ് അവളുടെ കാലിലേക്ക് തറച്ചു കയറുന്നു. വേദന കാരണം ഗ്യാബി താഴെ വീണിട്ട് ഒരൊറ്റ അലറല്ലേ. ഇവിടെ വിൻസ്റ്റൺ ആണെങ്കിലോ ഗ്യാബിയെ കാണാത്തത് കൊണ്ട് തന്നെ ആ ബോട്ടും എടുത്ത് എല്ലാ കരയിലും അന്വേഷിക്കുന്ന പോവാണ്. പക്ഷെ എവിടെയും കാണുന്നില്ല. അങ്ങനെ ഇവിടെ ഗ്യാബിയെ കാണിക്കുമ്പോൾ ഗ്യാബി വേദന കാരണം അവിടെ ഇരിക്കുകയാണല്ലോ. പെട്ടെന്നാണ് അവളുടെ അടുത്തൂടെ ആരൊക്കെ ഇങ്ങനെ പോകുന്നു, പക്ഷെ വ്യക്തമായിട്ട് അവരെ കാണാൻ കഴിയുന്നില്ല. ഇവിടെ വിൻസ്റ്റനെ കാണിക്കുമ്പോൾ അവൻ കുറെ നേരമായിട്ട് വെള്ളത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് കരയിലേക്ക് കയറി വന്ന് അവളെ അന്വേഷിക്കാൻ തുടങ്ങാണ്. ഇവിടെ ഗ്യാബി ആണെങ്കിൽ ഇനിയിപ്പോ വേറെ വഴിയില്ലാന്ന് പറഞ്ഞ് അവളുടെ കാലിലെ ആ ഒരു കമ്പ് അവൾ വലിച്ചങ്ങ് ഊരും. എന്നിട്ട് എഴുന്നേറ്റ് വേദന കാരണം പതിയെ അവളിങ്ങനെ നടക്കും. അങ്ങനെ നടന്ന് കാടിനകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് മാത്രം നല്ല ചുവന്ന വെളിച്ചം. എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ കുറച്ചുകൂടി മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഈ ചുവന്ന വെളിച്ചമുണ്ടല്ലോ, അത് നല്ലതുപോലെ കൂടുന്നുണ്ട്. കൂടാതെ കാട്ടിൽ ഇപ്പോൾ ഇരുട്ടാവാൻ തുടങ്ങി. ഇവിടെ വിൻസ്റ്റൺ ആണെങ്കിലോ കാടിനകത്തൂടെ വീണ്ടും കുറെ ദൂരം നടന്നു ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരു ചെളിയിലേക്ക് ഇറങ്ങും. അങ്ങനെ അവിടെ നിന്ന് അവന് നടക്കാൻ കഴിയാതെ നിൽക്കുമ്പോഴത്തേക്കാണ് അടുത്തുള്ള മരത്തിനടുത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അവൻ പെട്ടെന്ന് ടോർച്ച് അടിക്കുമ്പോൾ എന്തോ ഒരു രൂപത്തെ അവൻ കാണുന്നുണ്ട്, പക്ഷെ എന്താണെന്നത് വ്യക്തമാവുന്നില്ല. അപ്പൊ അവൻ വിചാരിക്കുക അത് ഗ്യാബിയാണെന്ന് വിചാരിച്ച് അവിടേക്ക് നടന്നു ചെല്ലുകയാണ്. ഇവിടെ ഗ്യാബിയെ കാണിക്കുമ്പോൾ അവൾ ഇപ്പോൾ ഒരുപാട് ദൂരം നടന്ന ആ ഒരു വെളിച്ചമുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഈ കാടിനകത്ത് നിൽക്കുന്ന രണ്ടുപേര് താമസിക്കുന്ന ഒരു വീടാണത്. ഇവിടെ ഗ്യാബിയെ കാണിക്കുമ്പോൾ അവൾ ആ ഒരു വീടിനടുത്തേക്ക് വന്നിട്ട് വെളിയിൽ തട്ടി ഹലോ ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് ഗ്യാബി
ആ വീട് തുറന്ന് അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തായാലും ഇവിടെ ആൾ താമസമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവള് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് മാറിയിരിക്കുകയാണ്. ഇവിടെ വിൻസ്റ്റൺ ആണെങ്കിലോ ആ ഒരു ചെളിക്കുഴിയിൽ നിന്നും കരയിലേക്ക് കയറിയിട്ട് ശബ്ദം കേട്ട ആ ഒരു ഭാഗത്തേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അവന് ചുറ്റിനായിട്ട് തന്നെ ആ ഒരു ജീവിയുണ്ട്. പക്ഷെ അത് എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അതുമല്ല, നല്ല രീതിയിൽ പേടിപ്പെടുത്തുന്ന ശബ്ദം കൂടി കേൾക്കുമ്പോൾ വിൻസ്റ്റൺ അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ഇവിടെ ഗ്യാബി ആണെങ്കിലോ ആ വീടിനകത്ത് കിടന്ന് നല്ലതുപോലെ ഉറങ്ങുന്നുണ്ട്. അതും കൂടാതെ അവൾ എന്തോ ഒരു സ്വപ്നം കാണുന്നു. പെട്ടെന്നാണ് അവൾ ഛർദ്ദിക്കുന്നത്. ആ ഡ്രോണിന്റെ ഒരു ചെറിയ ഭാഗമുണ്ടല്ലോ, അത് അവളുടെ കയ്യിൽ വന്നിരിക്കുന്നു. അങ്ങനെ അവൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്നതും വെളിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ താമസിക്കുന്ന രണ്ടുപേര് പെട്ടെന്ന് അകത്തേക്ക് കയറി വരും. അപ്പോൾ ഗ്യാബി അവളുടെ കയ്യിലുള്ള ആ ഒരു കത്തിയെടുത്ത് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇരിക്കുന്നതും അതിലൊരാൾ ഗ്യാബിയുടെ കഴുത്തിലേക്ക് കത്തി വെച്ചിട്ട് ആരാ നിന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുമ്പോൾ ഗ്യാബി പറയും, ആരും എന്നെ പറഞ്ഞു വിട്ടിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാവുന്നത്. എൻ്റെ ഡ്രോൺ ഇതിനകത്ത് മിസ്സായിപ്പോയി, അതെടുക്കാൻ വന്നതാണ്. അങ്ങനെ ഞാനൊരു ട്രാപ്പിൽ പെട്ടുപോയി എന്ന് പറയുന്നതും ഇവൻ കാലിലെ ആ ഒരു മുറിവ് കാണുന്നുണ്ട്. ഇവിടെ വിൻസ്റ്റൺ ആണെങ്കിലോ ഓടി ഓടി അവസാനം ഒരു മരത്തിനടുത്തേക്ക് വന്നിരുന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്താ ഞാൻ കണ്ടത്? ഓക്കെ, ഇതൊന്നും റിയൽ അല്ല, ഇതൊക്കെ എനിക്ക് തോന്നിയതായിരിക്കും എന്നെല്ലാം പറഞ്ഞ് അവൻ സമാധാനപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെയാണ് അവൻ്റെ പ്രശ്നങ്ങൾ. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പുറകിൽ എന്തോ ശബ്ദം കേട്ട് പേടിച്ച് അവൻ പുറകിലേക്ക് നോക്കുമ്പോൾ മനുഷ്യനെ പോലെയുള്ള ഒരു രൂപം അത് 4 കാലുകൾ കൊണ്ട് നടന്ന് അവൻ്റെ അടുത്തേക്ക് വരുന്നു. രണ്ടാമതൊന്നും ആലോചിക്കാതെ വിൻസ്റ്റൺ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാണ്. അതേസമയം ഈ വീടിനകത്ത് ഇവർ രണ്ടുപേരുണ്ടല്ലോ, അവർ രണ്ടുപേരും ഗ്യാബിയെ ഇപ്പൊ സംരക്ഷിക്കാൻ തുടങ്ങാണ്. അവളുടെ കാലിൽ മുറിവെല്ലാം വെച്ച് കെട്ടുന്നുണ്ട്. എന്നിട്ടാണ് അവരുടെ പേരെന്താണെന്ന് പറയുന്നത്. അയാളുടെ പേര് ബാരൻ എന്നും കൂടെയുള്ളത് അയാളുടെ മകനാണ്, അവന്റെ പേര് സ്റ്റെഫൻ. അപ്പോൾ ബേരൻ ചോദിക്കും, അല്ല നീ എവിടെ നിന്നാ, സിറ്റിയിൽ നിന്നാണോ? ഗ്യാബി പറയുമില്ല, റേഞ്ചർ സ്റ്റേഷനിൽ നിന്നാണ്, ഞാനൊരു റേഞ്ചർ ഓഫീസറാണ്. അപ്പോൾ അവൻ ചോദിക്കും, അല്ല നിങ്ങൾ എത്ര റേഞ്ചർമാരുണ്ട്? ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് കേട്ട് ഇവർ രാത്രിയിലെ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കാണ്. അപ്പോഴേക്കും വെളിയിലെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്യാബി അതെന്താ ആ ഒരു ശബ്ദം എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അതൊരു പഴയ പശുവാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞവരെല്ലാവരും കഴിക്കാനിരിക്കുമ്പോൾ ഈ അച്ഛനും മകനും നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് സാധാരണ രീതിയിലല്ല, ഒരു പ്രത്യേകതരം പ്രയർ. അതുമല്ല ഗ്യാബി ആണെങ്കിലും ഇവരുടെ ഫുഡ് കാണുമ്പോഴത്തേക്കും അവൾക്കത് പെട്ടെന്ന് കഴിക്കാനായിട്ട് തോന്നത്തില്ല. അപ്പോഴാണ് ഇവർ പറയുന്നത്, ശരി ഇനി നിങ്ങളുടെ ഫുഡ് എടുത്ത് കഴിക്കാൻ പറയുന്നതും ഈ പുഴവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവർ കഴിക്കാൻ പോകുന്നത്. ഇവിടെ വിൻസ്റ്റനെ കാണിക്കുമ്പോൾ വിൻസ്റ്റൻ ഇപ്പോഴും ഓടുകയാണ്. കുറേ ദൂരം ഓടി ഓടി അവസാനം അവനൊരു മരത്തിലേക്ക് വന്ന് ഇടിച്ച് താഴേക്ക് വന്ന് വീഴുന്നതും അവന്റെ മുന്നിലായിട്ട് തന്നെ ആ ഒരു ജീവി നിൽക്കുന്നു. ഇതിനെ കാണുമ്പോൾ എങ്ങനെയാണെന്നറിയോ, ലാസ്റ്റ് ഓഫ് അസ് സീരീസ് കണ്ടിട്ടുണ്ടോ സോംബിയുടെ? അതിലുണ്ടാവുന്ന ആ ഒരു സോംബി മനുഷ്യരല്ലേ, അതുപോലെയുള്ള മനുഷ്യരാണിത്. അങ്ങനെ വിൻസ്റ്റന്റ് അവന്റെ ആ ഒരു കത്തി എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കത്തി കയ്യിലില്ല. എന്താണെന്ന് വെച്ചാൽ അത് എവിടെയും മിസ്സായിപ്പോയി. ഇത് കാരണം അവൻ വീണ്ടും ഓടാൻ തുടങ്ങാണ്. ഇവിടെ ആ ഒരു ക്യാബിനകത്ത് കാണിക്കുമ്പോൾ ഗ്യാബിക്ക് ഇപ്പോഴും ഉറങ്ങാൻ കഴിയുന്നില്ല. അവൾ ഇവരോട് പറയുന്നുണ്ട്, മനുഷ്യനെ പോലെയുള്ള എന്തോ ഒരു കാര്യത്തെ ഞാൻ കണ്ടു, അതെന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും അതിനുള്ള മറുപടി നല്ലതുപോലെ പറയത്തില്ല. അതേസമയം വിൻസ്റ്റൻ ആണെങ്കിലോ വീണ്ടും കുറേ ദൂരം ഓടിയിട്ട് ഒരു മരത്തിനടുത്തായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് അവന്റെ പിറകിലൂടെ ഈ മരത്തിന്റെ വേരുകളുണ്ടല്ലോ അത് പതിയെ അവന്റെ അടുത്തേക്ക് വരുന്നു. അവൻ പേടിച്ചത് എന്താണെന്ന് തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ തന്നെ അവനെ ആ ഒരു വേരുകൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും ആ ഒരു ക്യാമ്പിനകത്ത് കാണിക്കുമ്പോൾ ബാരൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഗ്യാബിയുടെ കാലിൽ മുറിവ് ഉണക്കാൻ വേണ്ടി ഈ കാട്ടിലുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവളുടെ കാലിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ മകനോട് പറയും, അവരെഴുന്നേൽക്കുന്നത് വരെ നീ അവരെ നോക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും ആ പയ്യനുണ്ടല്ലോ അവൻ ഇതുവരെയും ജീവിതത്തിലെ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. അതുപോലെയാണ് നമ്മുടെ ഗ്യാബി അവൻ നോക്കുന്നത്. എന്നിട്ട് അവളെ നല്ലതുപോലെ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും അവനും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഗ്യാബി ഉറക്കത്തിൽ കിടന്ന് എന്തോ ഒരു സ്വപ്നം കാണുന്നു. എന്താന്ന് വെച്ചാൽ അവളിപ്പോൾ എഴുന്നേറ്റിരിക്കുമ്പോൾ അവളുടെ കയ്യിലെല്ലാം ഈ ഒരു ചെടികളുണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ പൊട്ടിമുളച്ച് വളരുന്നുണ്ട്. ഇത് കണ്ട് അവൾ കയ്യിൽ നിന്ന് അത് തുടച്ചു മാറ്റുന്നത് പേടിച്ച് അവൾ കണ്ണു തുറക്കുമ്പോൾ അത് സ്വപ്നമാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്യാബിനകത്ത് അവരെ രണ്ടുപേരെ കാണാനില്ല. ഇപ്പൊ അവരെ രണ്ടുപേരും ഹണ്ടിങ്ങിനായിട്ട് പുറത്തേക്ക് പോയേക്കാണ്. എന്നിട്ട് ഗ്യാബി വിൻസ്റ്റനെ കണക്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു വാക്കി ടോക്കി ഉപയോഗിച്ചിട്ട് അവനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ അവന്റെ പേര് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും എവിടെയാണെന്നോ അല്ലെങ്കിൽ എന്താണ് അവന് സംഭവിച്ചതെന്നോ ഒന്നും പറയുന്നില്ല. അതുപോലെ അത് വിചിത്രമായിട്ടുള്ള വേറെ കുറെ കാര്യങ്ങളാണ് അവൻ പറയുന്നത്. ഇതുകൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാബിക്ക് കുറച്ചുകൂടി പേടിയാവുകയാണ്. അങ്ങനെ ഗ്യാബി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വീടിനകത്ത് തീ ഇടാൻ തുടങ്ങും. അതേസമയം ഇവിടെ അച്ഛനും മകനും കാടിനകത്ത് വെച്ചിട്ട് ഏതോ ഒരു മൃഗത്തെ അമ്പ് ചെയ്ത് കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഓടി വന്ന് അതിന്റെ അടുത്തേക്ക് ഇരുന്ന് ആ അച്ഛൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മകന്റെ മുഖത്തേക്ക് ഇവര് കൊന്ന ആ ഒരു മൃഗത്തിന്റെ രക്തം എടുത്ത് ഇങ്ങനെ തേക്കും. എന്നിട്ട് പറയും, ഇതിനെ കൊന്നതിന് പ്രകൃതി നമ്മളോട് ക്ഷമിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് എന്തോ ഒരു കാര്യം സ്മെല്ല് ചെയ്യാൻ കഴിയുന്നു. അവിടെയാണ് ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഓടി ഈ വീടിനടുത്തേക്ക് വരുന്നത്. നമ്മുടെ ഗ്യാബി ആണെങ്കിലോ വീടിനകത്ത് ചെറിയ രീതിയിൽ തീ കൂട്ടിയിട്ടേക്കാണ്.
ഈ പുക പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവര് രണ്ടുപേരും പെട്ടെന്ന് അകത്തേക്ക് വന്ന് ആ തീ അങ്ങ് അണയ്ക്കും. എന്നിട്ട് പറയും പകൽ സമയങ്ങളിൽ ഒരു കാരണവശാലും തീയിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഗ്യാബി പറയും, അതല്ല, എന്റെ പാർട്ണർ ഇവിടെ കാടിനകത്ത് പെട്ടുപോയി, അവൻ എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിഗ്നലിന് വേണ്ടി ഈ തീ കൂട്ടിയിട്ടത്. അപ്പോൾ അവൻ പറയും, ഞങ്ങൾ നിന്റെ സുഹൃത്തിനെ അന്വേഷിക്കുന്നുണ്ട്, എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും വീണ്ടും വെളിയിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് വീണ്ടും രാത്രി കാണിക്കുമ്പോൾ നമ്മുടെ ഗ്യാബിയുടെ കാല് അവൻ നല്ലതുപോലെ തന്നെ പരിചരിക്കുന്നുണ്ട്. അവളാണെങ്കിലോ വിൻസ്റ്റനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത്തവണ അവന്റെ അടുത്ത് നിന്നും പ്രതികരണമൊന്നുമില്ല. അപ്പോഴാണ് ഗ്യാബി ബാരനോട് ചോദിക്കുന്നത്, അല്ല, ഈ കാടിനകത്ത് നിന്റെ മകൻ എങ്ങനെയാണ് പഠിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ബാരൻ പറയും, അതൊന്നും വലിയ കാര്യമല്ല. അപ്പോൾ ഗ്യാബി ചോദിക്കും, അല്ല, ഈ പയ്യന്റെ അമ്മ എവിടെ, അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവന്റെ അമ്മ ബോൺ ക്യാൻസർ കാരണം മരണപ്പെട്ടു, അതും 13 വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഗ്യാബി പറയും, ഓ സോറി എന്ന് പറയുമ്പോൾ ഗ്യാരൻ പറയും, അതൊന്നും ഒരു കുഴപ്പമില്ല, ഇതാണ് ജീവിതം, അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ എന്ന് പറയുമ്പോൾ, അല്ല, നിങ്ങൾ ഇവിടേക്ക് വരുന്നതിന് മുന്നേ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞാനൊരു സയന്റിസ്റ്റ് ആണ്, പിത്തോളജിസ്റ്റ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് എൻ്റെ ജീവിതം തന്നെ മാറിയത്, കാരണം എൻ്റെ ഭാര്യ ഒരു കെമിക്കൽ എഞ്ചിനീയറാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും സ്റ്റെഫൻ എന്ന് പറഞ്ഞിട്ട് അയാളുടെ മകനുണ്ടല്ലോ, അവൻ്റെ കയ്യിലുള്ള ഒരു നെക്ലേസ് എടുത്ത് ഗ്യാബിക്ക് കൊടുക്കുകയാണ്. ഇത് നിനക്കുള്ളൊരു ഗിഫ്റ്റാണ്, ഞങ്ങളെ എന്ന് ഓർമ്മിക്കാൻ വേണ്ടി. അപ്പോൾ ഗ്യാബി പറയും, ഒരുപാട് നന്ദിയുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഇവർ രണ്ടുപേരും അവളുടെ മുന്നിലായിട്ട് തന്നെ നിൽക്കുന്നു. എന്തോ സ്ട്രെയിഞ്ച് ആയിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. അതേസമയം വിൻസൺ എന്ന് പറഞ്ഞിട്ട് അവനെ കാണിക്കുമ്പോൾ അവൻ ആ ഒരു മരത്തിനടുത്തിരിക്കുന്നു. അതും ആ വേര് വന്ന് അവനെ അറ്റാക്ക് ചെയ്തല്ലോ, അതിനുശേഷം അവന്റെ ശരീരത്തിനുള്ളിൽ ആ ഒരു വേര് വളരാൻ തുടങ്ങി. ഇപ്പൊ അവന്റെ തലയിൽ ചെറിയ ചെറിയ ചെടികള്, അതേപോലെ തന്നെ ആ ഒരു മഷ്റൂം, ഇതെല്ലാം പൊട്ടിമുളച്ച് വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇവനും പതിയെ പതിയെ ഈ കാടിനകത്ത് ചുറ്റി കടന്നല്ലോ അതേപോലെയുള്ളൊരു സോംബിയായിട്ട് മാറാൻ പോവാണ്. ഇതിനു മുന്നേ ഗ്യാബി കണ്ടതും ഇതേ ഒരു സ്വപ്നമായിരുന്നു, അവളുടെ ദേഹത്തും ഇതുപോലെ ചെടികളെല്ലാം വളരുന്നത് പോലെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ക്യാബിനുള്ളിൽ കാണിക്കുമ്പോൾ ഗ്യാബി കിടന്നുറങ്ങുന്ന സമയത്ത് അവൾ വീണ്ടും ആ ഒരു സ്വപ്നം കാണുന്നു. അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് ആ ഒരു വേരുകളുണ്ടല്ലോ അത് പതിയെ വന്ന് അവളുടെ വായ്ക്കുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ബാരൻ അവിടേക്ക് വന്നിട്ട് പെട്ടെന്ന് അവളുടെ വായങ്ങ് മൂടും. എന്നിട്ട് അവളോട് മിണ്ടാതിരിക്കാനായിട്ട് പറയും. അവളാണെങ്കിലോ പേടിയാറിന് എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ലല്ലോ. അങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഈ ഒരു ക്യാബിന് വെളിയിലായിട്ട് ഈ കാടിനുള്ളിലുള്ള ആ ഒരു സോംബികള് അത് ഇതിന് വെളിയിൽ വന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടാതെ ഈ വീടിനകത്തേക്ക് കയറാൻ വേണ്ടി അത് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് സ്റ്റെഫൻ അവന്റെ ആ ഒരു അമ്പും വില്ലും പതിയെ കൈകൊണ്ടെടുത്തിട്ട് ആ ഡോറിനടുത്തേക്ക് തന്നെ നോക്കി രണ്ടുപേരും അതിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ ബാരൻ ഗ്യാബിയോട് പറയും, ഗ്യാബി, ഒരു കാരണവശാലും മിണ്ടരുത്, അങ്ങനെ തന്നെ നിൽക്ക്, ഏതെങ്കിലും ഒരു സാഹചര്യത്തില് അത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലും നീ മിണ്ടരുത്, കാരണം അതിന് കണ്ണ് കാണാൻ കഴിയത്തില്ല, അത് ശബ്ദം വെച്ചിട്ടാണ് എല്ലാവരെയും മനസ്സിലാക്കുന്നത്. അതും കൂടാതെ ആ ഒരു സോംബി ഇവരെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു ചെളിയും കാര്യങ്ങളെല്ലാം തേക്കുന്നുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും വാതിലിനടുത്തായിട്ട് അമ്പും വില്ലുമായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴാണ് കാണിക്കുമ്പോൾ നമ്മുടെ ഗ്യാബി അവിടേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് ആ ഒരു വേര് വീണ്ടും അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. ഇത് കണ്ട് അവൾ അലറി വിളിക്കുമ്പോൾ ഗ്യാരൻ തന്റെ കയ്യിലുള്ള ഒരു വാളെടുത്ത് ആ വേരങ്ങ് വെട്ടിക്കളയും. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ആ ഒരു പൊടി ശ്വസിക്കാതിരിക്കാൻ വേണ്ടി അവൻ മൂക്ക് മൂടുന്നുണ്ട്. പെട്ടെന്നാണ് ഇതിനകത്തേക്ക് ആ ഒരു സോംബി മനുഷ്യൻ കയറി വരുന്നതും സ്റ്റെഫൻ ഉണ്ടല്ലോ അവൻ ആ ഒരു അമ്പും വില്ലും അതിന്റെ ദേഹത്തേക്ക് വിട്ടുകൊടുക്കും. അത് താഴെ വീഴുമ്പോഴത്തേക്കും മറ്റൊന്ന് ഓടി വന്ന് ഗ്യാരനെ പിടിച്ചോണ്ട് പോകുന്നത് ഗ്യാരൻ അതുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ താഴെ വീണവരെല്ലാവരും വീണ്ടും മിണ്ടാതെ നിൽക്കും. കാരണം എന്താണ്, ഇതിന് കണ്ണ് കാണാൻ കഴിയത്തില്ല, അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇപ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ നിൽക്കുന്നത്. അപ്പോൾ ചെറിയൊരു അനക്കം മതി, ഇത് പെട്ടെന്ന് തന്നെ അവരെ കണ്ടുപിടിക്കും. അങ്ങനെ നമ്മുടെ ഗ്യാബി ചെറിയ രീതിയിൽ അനങ്ങുമ്പോൾ അവളെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കാണ്. അപ്പോൾ ഗ്യാബി പതിയെ പേടിച്ച് കണ്ണടച്ചിരിക്കുന്നതും ഇതിന്റെ വായിൽ നിന്നും ആ ഒരു വേരുകൾ പുറത്തേക്ക് വരുമ്പോൾ ഇത് കണ്ട് സ്റ്റെഫൻ പുറകെ വന്ന് അതിന്റെ മുതുകിലേക്ക് 2-3 തവണ ഇങ്ങനെ കുത്തി ആ സോംബിയെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നുണ്ട്. അങ്ങനെ അച്ഛനും മകനും ഒരുപാട് നേരം അതിനോട് ഫൈറ്റ് ചെയ്ത അവസാനം അതിനെ അടിച്ച് ഈ ഒരു വീടിന് വെളിയിലേക്ക് കളയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും ഓടി വന്ന് ആ ഒരു ഡോർ അങ്ങ് അടയ്ക്കുന്നതും ഇവിടെ ഗ്യാബിയുടെ മുഖത്താണെങ്കിലോ ആ സോംബിയുടെ രക്തമല്ല ഇങ്ങനെ പറ്റിയിരിക്കുന്നു. ഇത് കണ്ട് സ്റ്റെഫൻ ഓടി വന്ന് ഒന്നും നോക്കത്തില്ല, അവളുടെ ഡ്രസ്സ് അങ്ങ് വലിച്ചു വരും. എന്നിട്ട് അവളുടെ മുഖത്തുള്ള ആ ഒരു രക്തം അത് തുടച്ചു കളയാണ്. അതുമല്ല ബാരന്റെ കയ്യിൽ നോക്കുമ്പോൾ അവന്റെ കയ്യിൽ മുറിവുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കാണ് ബാരൻ ഈ മനുഷ്യ സോംബികളെ പറ്റി പറയുന്നത്. അവരുടെ ശരീരത്തുള്ളത് ഒരു ഫംഗസ് ആണ്, അതാണ് ആ മനുഷ്യരെ കൺട്രോൾ ചെയ്യുന്നത്. അതുമല്ല മനുഷ്യ ശരീരത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ ഓരോന്നായിട്ട് അത് കഴിക്കാൻ തുടങ്ങും. എന്നിട്ട് ആ ഒരു മനുഷ്യനെ അത് ജീവനോടെ വെക്കും, കാരണം ആ ഒരു ഫംഗസിന് മറ്റുള്ളവരിലേക്ക് പകരാൻ വേണ്ടി. അപ്പോൾ ഗ്യാബ് ചോദിക്കുമല്ല, നിങ്ങൾ എന്ത് മണ്ടത്തരായി പറയുന്നേ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതെ, ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു ഓർഗാനിസമാണത്, അതിന് വളരാൻ വേണ്ടിയാണ് അത് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. മനുഷ്യന്മാർ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഇത് ഭൂമിയിലുണ്ട്, ഇപ്പോൾ ലോകം മുഴുവനായിട്ടും പടരാൻ വേണ്ടിയിട്ടാണ് ഇത് ശ്രമിക്കുന്നത്. അപ്പോൾ ഗ്യാബി പറയും, അപ്പോൾ ഈ ഒരു ദൈവത്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യൻ മനസ്സിലാക്കാത്ത ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ വിശ്വസിക്കുന്ന ദൈവം വേറെ, ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊന്ന്.
അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവരെല്ലാവരും ഉറങ്ങാൻ കിടക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഗ്യാബി രാത്രിയിൽ സ്വപ്നം കാണാണ്. ഇത്തവണ അവളൊരു വലിയ മരത്തിനടുത്തായിട്ട് നിൽക്കുന്നത് പോലെയും പെട്ടെന്ന് അവളുടെ പിറകിലൂടെ ആരോ വന്നിട്ട് അവളുടെ ദേഹത്ത് തൊടുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് അവളുടെ കഴുത്തിൽ ആ ഒരു ഫംഗസ് പിടിച്ചിട്ടുണ്ട്. ഇത് കാരണം അവൾ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ സ്റ്റെഫൻ അവളുടെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് അവളെ കണ്ടിട്ട് പറയുന്നുണ്ട്, നീ സുന്ദരിയാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കഴിക്കാനായിട്ട് ഫുഡ് കൊടുക്കും. അപ്പോഴാണ് ഗ്യാബി അവളുടെ കയ്യിലുള്ള ആ ഒരു ഫോൺ എടുത്ത് സ്റ്റെഫന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ കൊടുക്കുന്നു. കൂടാതെ ആ ഫോണിലുള്ള മറ്റു ഫോട്ടോസും അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെഫൻ ഇതെല്ലാം കണ്ട് അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ അച്ഛനകത്തേക്ക് കയറി വന്ന് ആ ഒരു ഫോൺ വാങ്ങി തറയിലേക്ക് എടുത്ത ഒരു ഒറ്റ ഏറ്. എന്നിട്ട് പറയും, ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഇതിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ മോൺസ്റ്ററുകൾ അകത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റെഫനെയും കൂട്ടി ബാരൻ ഇപ്പോൾ കാടിന് നടുവിലുള്ള ഒരു വലിയ മരത്തിനടുത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ഇവിടെ ഗ്യാബി ആണെങ്കിലോ ഈ പൊട്ടിയ ഫോണെല്ലാം വീണ്ടും എടുത്തു വെച്ച് അതെല്ലാം ഒരുമിച്ച് ചേർത്ത് അത് പ്രവർത്തിപ്പിക്കാൻ നോക്കുന്നു. അവിടെയാണ് നമ്മുടെ ഗ്യാബിക്ക് ഒരു വലിയ ബുക്ക് കിട്ടുന്നത്. അങ്ങനെ ആ ഒരു ബുക്ക് എടുത്ത് അവൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ ബാരൻ ഈ മരത്തിനടുത്ത് വന്ന് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ ആരാധിക്കുന്ന ആ ഒരു ദൈവം ഇതാണെന്ന് തോന്നുന്നു. അതുമല്ല, മരത്തിനുള്ളിലെ ഒരു പൊത്തുണ്ട്. അതിനുള്ളിലൂടെ അവൻ നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫംഗസുകളുണ്ട്. ഇപ്പൊ അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് രക്തം എടുത്ത് അതിനുള്ളിലേക്ക് ഇങ്ങനെ ഇറ്റിച്ചിട്ട് അതിനകത്ത് നിന്ന് ഒരു ഫംഗസ് ആയിട്ടുള്ളൊരു മഷ്റൂം ഉണ്ട്, അതങ്ങനെ പിച്ചിയെടുത്ത് അവൻ കഴിക്കുന്നു. അതേപോലെ തന്നെ സ്റ്റെഫനും അത് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മഷ്റൂം കഴിച്ചതിന് ശേഷം ബാരന്റെ കയ്യിൽ ആ ഒരു മുറിവുണ്ടല്ലോ അത് പെട്ടെന്ന് ഉണങ്ങുന്നു. ഇതുപോലെ എന്തൊക്കെയോ മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ സംഭവിക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും ആ ഒരു ക്യാബിനകത്തേക്ക് നടന്നു വരുമ്പോൾ ഗ്യാബി ആ ബുക്ക് വായിക്കുന്ന കാര്യം ഇവർ കാണും. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ഗ്യാബിയുടെ കയ്യിൽ ഇപ്പൊ ആ ഒരു ഫംഗസ് ബാധിച്ചിട്ടുണ്ട്. ഇത് കാരണം അത് അവൾ തട്ടിക്കളയാൻ ശ്രമിക്കുമ്പോൾ പോകുന്നില്ല. അപ്പോൾ ബാരൻ പറയും, ശരി, നിനക്കിപ്പോൾ ശരിയായെങ്കിൽ നീ ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ സ്റ്റെഫൻ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കത്തില്ല. അവൻ്റെ അച്ഛൻ പറയുന്നത് തെറ്റാണ്. ആ ഒരു രീതിയിലാണ് അവൻ നിൽക്കുന്നത്. പെട്ടെന്നാണ് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് ബാരൻ ആയുധമായിട്ട് വെളിയിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റെഫൻ എന്തോ ഒരു കാര്യം ഇവിടെ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഗ്യാബിയെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷെ അത് കിട്ടുന്നില്ല. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ കൈ പിടിച്ചിട്ട് ആ ഫംഗസിലേക്ക് ഇങ്ങനെ നക്കും. അത് കഴിഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കും. അപ്പോൾ ഗ്യാബി പറയും, ഹേയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ബാരൻ അകത്തേക്ക് കയറി വന്നിട്ട് അവളോട് പോകാനായിട്ട് സമയമായി എന്ന് പറയുന്ന സമയത്താണ് ഗ്യാബി ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ സ്റ്റെഫനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ചിരിക്കുകയാണ്, മറുപടിയൊന്നും പറയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഗ്യാബിയും കൂട്ടി അവനിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും ഗ്യാബി ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് ജീവിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അത് ഇൻഫെക്റ്റഡ് ആവാത്തെ? അവൻ പറയും, അതെ, ഞങ്ങൾക്ക് കഴിയും എന്ന് പറഞ്ഞ് വീണ്ടും ഇവരുടെ നടത്തം കുറച്ചുകൂടി മുന്നിലേക്ക് ചെല്ലുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് വിൻസെന്റ് ഫ്ലാഷ് ലൈറ്റ് അവളിങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട ആ ഒരു വശത്തേക്ക് അവൾ നടന്നു പോകുമ്പോൾ ബാരൻ പറയും, ഹേയ് അവിടേക്ക് പോകരുത്, അത് അല്പം ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണെന്ന് പറയുമ്പോൾ അവൾ കേൾക്കത്തില്ല. അങ്ങനെ കുറേ ദൂരം നടന്ന് അവസാനം ഗ്യാബി ഒരു മരത്തിനടുത്തേക്ക് എത്തും. അപ്പോൾ വേറെ വഴിയില്ലാതെ ബാരനും അവളുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്യാബി കുറേ ദൂരം ചെന്നിട്ട് മരത്തിൽ വെച്ചേക്കുന്ന ഒരു ക്യാമറ അങ്ങനെ അഴിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിലുള്ള മെമ്മറി കാർഡും അവൾ വലിച്ചൂരുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടി മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെയാണ് ഗ്യാബിയുടെ ശരീരം ഉണ്ടല്ലോ അത് ഇവർ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ കാണിക്കുമ്പോൾ അവൻ്റെ ശരീരം മുഴുവനായിട്ടും ആ ഒരു ഫംഗസ് ബാധിച്ച് അവൻ മരിച്ചോ ഇല്ലയെന്ന് അറിയത്തില്ല. അങ്ങനെ ഗ്യാബി അടുത്തേക്ക് ചെന്ന് അവനെ വിളിക്കുന്ന സമയത്ത് അവന് ജീവനുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് വിൻസെന്റ് ഗ്യാബിയോട് പറയുന്നത്, പ്ലീസ് എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്നെ നിങ്ങൾ കൊല്ലണമെന്ന് പറയുമ്പോൾ ഗ്യാബിക്ക് ഒരിക്കലും അത് കഴിയത്തില്ല. അവൾ അവനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ബാരനോട് ചോദിക്കുമ്പോൾ അവൻ പറയും, വേറെ ഒരു മാർഗവുമില്ല, അവനെ കൊല്ലുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഗ്യാബിയെ കൊണ്ട് അത് കഴിയാത്തത് കൊണ്ട് വിൻസെന്റ് ആ ഒരു അവസ്ഥ കാരണം ബാരൻ അവൻ്റെ കയ്യിലുള്ള ആ ഒരു അമ്പെടുത്ത് അവൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ചാരി വെച്ചു കൊടുക്കും. അപ്പോൾ വിൻസെന്റ് സ്വയം അതിലേക്ക് അവൻ്റെ കഴുത്തിങ്ങനെ കുത്തിയിറക്കി അവൻ ഇപ്പോൾ മരിക്കുകയാണ്. കാരണം ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നതിനെക്കാട്ടും നല്ലത് അതാണ്. ഇത് കാരണം ഗ്യാബി നല്ലതുപോലെ കരയുന്നതും വീണ്ടും ഈ ഫംഗസ് ബാധിച്ച ആ ഒരു സോംബി മനുഷ്യര് ഇത് കേട്ട് അവിടേക്ക് വരും. അപ്പോൾ ഇവര് രണ്ടുപേരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങാണ്. അങ്ങനെ രണ്ടുപേരും നല്ല വേഗതയിൽ വീണ്ടും ആ ഒരു ക്യാബിനകത്തേക്ക് തന്നെ ഓടി വരുമ്പോൾ ഇവിടെ സ്റ്റെഫൻ ആണെങ്കിലോ ഗ്യാബിയെ കണ്ടിട്ട് അവന് സന്തോഷമായി, കാരണം അവൾ ഒരിക്കലും പോയില്ലല്ലോ. അങ്ങനെ ബാരൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇവർ താമസിക്കുന്ന ആ ഒരു ക്യാമ്പിലെ ജനാലകളും വാതിലുകളും എല്ലാം അടച്ചു വെക്കാണ്. കാരണം ഒരുപാട് സോംബികൾ ഇവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ രാത്രിയിൽ കാണിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഗ്യാബി പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ കാല് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ഫംഗസ് അവളുടെ ശരീരം മുഴുവനായിട്ട് ഇപ്പോൾ വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാബി ബാരനോട് ചോദിക്കും, ഇതിനെന്തായാലും ഒരു മരുന്നുണ്ടെന്ന് എനിക്കറിയാം, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരിക്കലും അത് പറയത്തില്ല. പകരം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ ഈ കാര്യത്തെ പറ്റി സ്റ്റെഫനോട് ചോദിക്കുമ്പോൾ അവൻ പറയും, അച്ഛൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ബാരൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ ആബി സ്റ്റെഫനോട് അവൻ്റെ അമ്മയെ പറ്റി ചോദിക്കും. അപ്പോൾ അവൻ പറയും, എൻ്റെ അമ്മയെപ്പറ്റി എനിക്ക് കുറച്ച് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞ് പൂർണ്ണമായിട്ട് ഞാൻ ഈ ഒരു കാടിനകത്താണ് ജീവിച്ചത്,
എന്ന് പറഞ്ഞിട്ട് അവൻ എന്തോ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നു. അതേസമയം ബാരൻ ആണെങ്കിലോ ആ മരത്തിന് മുന്നിലേക്ക് ചെന്നിരുന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് തന്നെ പുറകിൽ ഒരുപാട് സോംബികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവൻ എന്തോ ഒരു കാര്യം കണ്ട് ഞെട്ടുന്നത്. കാണിക്കുമ്പോൾ ഈ മരത്തിന് പുറകിലായിട്ട് നല്ല ചുവന്ന വെളിച്ചമുണ്ടല്ലോ, അത് വീണ്ടും കാണുന്നു. ഇവിടെ ഗ്യാബി സ്റ്റെഫനെ അവന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി നീ എന്നോടൊപ്പം വരുന്നു എന്നെല്ലാം ചോദിച്ചിട്ട് അവനെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ പോലെ തന്നെ ഒരുപാട് സ്ത്രീകളുണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റെഫൻ പറയും, ഇല്ല, ഞാൻ വന്നാലും എല്ലാവരും മരണപ്പെടുമെന്നാണ് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല എന്ന് പറയുന്നതും പെട്ടെന്ന് ബാരനകത്തേക്ക് കയറി വരുമ്പോൾ ഇവർ രണ്ടുപേരും അങ്ങ് മാറിയിരിക്കും. എന്നിട്ട് അവൻ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ബാരൻ അവൻ്റെ മകന് സാധാരണ കൊടുക്കുന്നത് പോലെ തന്നെ ആ ഒരു മഷ്റൂം അവൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഗ്യാബിയെ കാണിക്കുമ്പോൾ അവളുടെ ശരീരം മുഴുവനായിട്ട് ഇപ്പോൾ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലതുപോലെ വളരുന്നുണ്ട്. ഈ അച്ഛനും മകനും ക്യാബിനിലേക്ക് തിരിച്ച് നടന്നു വരികയാണ്. അപ്പോൾ തന്നെ ബാരൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റെഫൻ സാധാരണ പോലെയല്ല, നല്ല വേഗതയിൽ തന്നെ വീടിനടുത്തേക്ക് ഓടിപ്പോകുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ ബാരൻ വരുന്നതിന് മുന്നേ തന്നെ സ്റ്റെഫൻ ഓടി അകത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് അവൻ ഗ്യാബിയെ കിസ് ചെയ്യുന്നു. അതേപോലെ തന്നെ അവൻ്റെ വായിലുണ്ടായിരുന്ന ആ ഒരു മഷ്റൂം അവളുടെ അടുത്തേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് അത് പെട്ടെന്ന് വിഴുങ്ങിയിറക്കാൻ പറയുന്നതും അവൾ അതുപോലെ തന്നെ ചെയ്യുമ്പോൾ ബാരൻ അകത്തേക്ക് കയറി വരുന്നു. പക്ഷെ അവൻ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് അവളോട് പറയും, ശരി, നിനക്കിപ്പോൾ തിരിച്ചു പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട്, നീ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഗ്യാബി ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു മഷ്റൂം കഴിച്ചതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിലുള്ള ആ ഒരു ഫംഗസ് അതിപ്പോൾ കാണാതെ പോവാണ്. അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ടാണ് ഇവർ രണ്ടുപേരും ഈ കാടിനകത്ത് ഇതുപോലെ ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഗ്യാബിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഗ്യാബി പറയും, ഇല്ല, ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ കഴിയുവാണെന്ന് പറയുമ്പോൾ ഇത് കേട്ട ബാരന് ഇത്തിരി ദേഷ്യം വന്ന് അവൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്റ്റെഫൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്യാബിയെ അമ്പ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവളെ ഇവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് സ്റ്റെഫൻ ഗ്യാബിയെ ഇവരെ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുന്ന ആ ഒരു വലിയ മരം അതിനടുത്തേക്ക് കൊണ്ടുവന്ന് അതെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടാതെ ഇവർ രണ്ടുപേരും ഇപ്പോൾ വീടിനകത്തിരുന്ന് നമ്മുടെ ബാരൻ ശ്രദ്ധിക്കാത്ത സമയത്ത് അവൾ ആ ഒരു ഫോൺ എടുത്ത് ഈ കാട്ടിലെ ക്യാമറയിൽ നിന്നും ഒരു മെമ്മറി കാർഡ് അവൾ ഊരിയെടുത്തിരുന്നല്ലോ, അത് ഫോണിലേക്കിട്ട് അതിലെന്തൊക്കെ റെക്കോർഡായി എന്ന് നോക്കുമ്പോൾ ആ സോംബി മനുഷ്യരെ അവൾ കാണുന്നുണ്ട്. അത് ഈ കാട്ടിൽ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ബാരൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റിട്ട് ഗ്യാബിയോട് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ അവൾ പറയും, നീ ആരാധിക്കുന്ന ആ ഒരു റിലീജിയൻ അതെന്താണെന്ന് എനിക്കറിയണം, നീ എന്താ ചെയ്യുന്നേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ശരി, അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അന്ന് രാത്രിയാവുന്നതും ഇവരെന്തോ ചുവന്ന കളറിലുള്ള ഒരു പൊടി അതെടുത്ത് അവളുടെ കഴുത്തിലേക്ക് നല്ലതുപോലെ തേക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മറ്റൊരു പൊടിയെടുത്ത് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഊതി വിട്ടുകൊടുക്കുന്നതും ഗ്യാബി പതിയെ താഴേക്ക് വന്ന് വീഴുന്നു. പക്ഷെ ഇപ്പോൾ അവളുള്ളത് മറ്റൊരു ഡയമെൻഷനിലാണ്. അതും കൂടാതെ അവളുള്ള ആ ഒരു സ്ഥലത്ത് അവൾ വളരെ നേക്കഡായിട്ടാണ് കിടക്കുന്നത്, വസ്ത്രമൊന്നുമില്ലാതെ. അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ടൊരു പയ്യൻ ഇങ്ങനെ നിൽക്കുന്നു. അവൻ്റെ ദേഹം മുഴുവനായിട്ട് ചെളിയുണ്ട്. അത് വേറെ ആരുമല്ല, സ്റ്റെഫൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനാണ്. അതുമല്ല, അവനും നേക്കഡായിട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. ഇത് നല്ലതുപോലെ തന്നെ ഗ്യാബി എൻജോയ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾ കണ്ണുറക്കുന്നത് ഇവരാരാധിക്കുന്ന ആ ഒരു മരം ഉണ്ടല്ലോ അതിന് മുന്നിലേക്കാണ്. അവിടെയും വെച്ചിട്ട് അവൾ ഒരുപാട് ബാഡായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവൾ കണ്ണുറക്കുമ്പോഴത്തേക്കും ഇവർ ചോദിക്കും, അല്ല, നീ എന്തൊക്കെയാ കണ്ടേ? ഞാൻ ആ ഒരു മരത്തിനടുത്ത് പോയി പിന്നെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ, അതെ, നീ ഉറങ്ങിയിട്ടിപ്പോൾ 4 മണിക്കൂറായി, ഈ 4 മണിക്കൂറിൽ നീ കണ്ട സ്വപ്നങ്ങളാണത്. അപ്പോൾ അവൾ പറയും, എനിക്കത് കണ്ടിട്ട് ഒരുപാട് മാസങ്ങൾ പോയതുപോലെയാണ് തോന്നുന്നത്. അല്ല, അവരെന്താ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഗ്യാബിക്ക് അത് മാത്രം മനസ്സിലാവുന്നില്ല. അതുപോലെ അപ്പോഴാണ് അവൾ പറയുന്നത്, ആ സ്വപ്നത്തിലെ സ്റ്റെഫനും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. ഇത് കേട്ട ബാരൻ പിന്നെയും ചോദിക്കും, അതെന്താണ് നിന്നോട് ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അപ്പോഴൊന്നും മനസ്സിലാവുന്നില്ല. പിന്നീടാണ് ബാരന് മനസ്സിലാവുന്നത് അവൻ ആരാധിക്കുന്ന ആ ഒരു ദൈവം ഇപ്പോൾ ചോദിക്കുന്നത് തൻ്റെ മകനെ തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ തൻ്റെ മകൻ്റെ ജീവൻ ആ ഫംഗസിന് വേണമെന്നുള്ള രീതിയിൽ ബാരൻ അത് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു മരത്തിനടുത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ അത് കഴിഞ്ഞ് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ സ്റ്റെഫനും ഗ്യാബിയും നല്ലതുപോലെ തന്നെ അടുക്കുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മുടെ ബാരൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അത് കഴിഞ്ഞ ഒരു ദിവസം രാത്രിയാകുമ്പോൾ ബാരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ മരത്തിനടുത്തേക്ക് എഴുന്നേറ്റ് പോകുന്നു. ഈ ഗ്യാപ്പിൽ നമ്മുടെ ഗ്യാബി സ്റ്റെഫനെ വിളിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കുറേ ദൂരം നടന്നു ചെല്ലുമ്പോൾ എത്തുന്നതോ ബാരൻ്റെ മുന്നിലേക്ക്. അപ്പോൾ ബാരൻ ചോദിക്കും, ഞാൻ നിന്നെ ഇത്രയും സംരക്ഷിച്ചിട്ടും നീ എന്തുകൊണ്ടാണ് എന്നെ വിട്ട് പോകുന്നത്? ഞാൻ എപ്പോഴും നിന്നെ സംരക്ഷിക്കുകയാണ് എന്നെല്ലാം പറയുമ്പോൾ ഗ്യാബി അവളുടെ കയ്യിലുള്ള ആ ഒരു കത്തി ഊരിയിട്ട് അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ബാരൻ നടന്ന് അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. എന്നിട്ട് കഴുത്തെടുത്ത് ആ ഒരു കത്തിലേക്ക് വെക്കുമ്പോൾ ഗ്യാബി പറയും, നീ അവനെ ഒരു അടിമയെ പോലെ ഇവിടെ കൊണ്ട് നടക്കുകയാണ്, അല്ലാതെ അവനെ വളർത്തുകയല്ല. അതുകൊണ്ട് അവൻ ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് കൊണ്ടുപോയി ഒരു സ്വതന്ത്രനായിട്ടുള്ള മനുഷ്യനാക്കി മാറ്റാൻ പോവാണ്.
അതുകൊണ്ട് ഞാൻ ഇവനെ കൊണ്ടുപോകാൻ പോകുന്നു. നീ വെറും ഒരു ഭ്രാന്തനായിട്ടുള്ള മനുഷ്യനാണ്. നിന്റെ ആ ഒരു ബുക്ക് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ബാരൻ അവന്റെ മകനോട് പറയുന്നുണ്ട്, നീ അവിടേക്ക് പോയി കഴിഞ്ഞാലും നിനക്ക് കാണാനായിട്ട് ഒന്നും ഉണ്ടാവത്തില്ല. പോകേണ്ട ആവശ്യമില്ല. നിന്റെ അമ്മയുടെ മരണം ഒരു സാക്രിഫൈസിങ് ആയിരുന്നു. അതിനെ എതിർത്ത് നീ ഒന്നും ചെയ്യരുതെന്നെല്ലാം പറയുമ്പോൾ ഗ്യാബി പറയും, ഇല്ല, അവൻ പറയുന്ന ഒന്നും നീ വിശ്വസിക്കരുത്. സത്യത്തിൽ നിന്റെ അമ്മയെ കൊന്നത് തന്നെ അയാളാണ് എന്ന് പറയുമ്പോൾ ബാരൻ പറയും, അതെ, അവളാണ് ആ ഒരു മരണം തിരഞ്ഞെടുത്തത്. അതൊരിക്കലും ഞാനല്ല ചെയ്തത് എന്ന് പറയുന്നതും ഇത് കേട്ട സ്റ്റെഫൻ വീണ്ടും അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനൊരിക്കലും ഗ്യാബിയോട് പോകാനായിട്ട് തയ്യാറാവത്തില്ല. അപ്പോൾ ഗ്യാബി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരെ രണ്ടുപേരെയും വിട്ട് ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് കുറേ ദൂരം നടന്നു വരുമ്പോൾ ഈ കാടിനുള്ളിൽ വീണ്ടും ആ ഒരു ശബ്ദങ്ങളെല്ലാം കേട്ട് അവൾ പിന്നെയും ആ ഒരു ക്യാബിനടുത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇവിടെ ബാരനാണെങ്കിലോ സ്റ്റെഫനെ വിളിച്ചിട്ട് അവൻ്റെ ആയുധങ്ങളെല്ലാം ശരിയാക്കി അത് കഴിഞ്ഞ് സ്റ്റെഫനെയും കൊണ്ട് എവിടേക്കാണ് പോകുന്നു. അപ്പോൾ സ്റ്റെഫൻ ചോദിക്കും, അല്ല നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഞാൻ എന്തായാലും അത് പറഞ്ഞു തരാമെന്നും പറഞ്ഞ് സ്റ്റെഫനെയും കൊണ്ട് അവൻ പോകുന്നത് ആ സീക്രട്ട് ആയിട്ടുള്ള ഒരു മരം ഉണ്ടല്ലോ അതിനടുത്തേക്കാണ്. ഇവിടെ ഗ്യാബി തിരിച്ച് ആ ഒരു വീട്ടിലേക്ക് വന്ന് അവളുടെ അമ്പെടുത്ത് അകത്തേക്ക് കയറുമ്പോൾ ഇവരെ രണ്ടുപേരെയും അതിനകത്ത് കാണുന്നില്ല. ഇവിടെ സ്റ്റെഫനാണെങ്കിലോ എന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ബാരന് മാത്രം അതറിയാം, സ്റ്റെഫനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവൻ ആരാധിക്കുന്ന ആ ഒരു ദൈവത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും അവിടേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഗ്യാബി പുറകെ വരുന്ന സമയത്ത് ആ ഒരു സോംബി മനുഷ്യനുണ്ടല്ലോ അത് വഴിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ പതിയെ അടുത്തുള്ള മരത്തിനടുത്തേക്ക് ഒളിച്ചങ്ങ് നിൽക്കും. ഇവിടെ ബാരനെ കാണിക്കുമ്പോൾ സ്റ്റെഫനെ അവിടേക്ക് ഇരുത്തിയിട്ട് അവനോട് പറയുന്നുണ്ട്, ദൈവം നിന്നെ തിരഞ്ഞെടുത്തു, അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് പെട്ടെന്ന് അവൻ്റെ മുതുകിലേക്ക് ഇനി ഇടിക്കുന്നതും സ്റ്റെഫൻ താഴേക്ക് വീണിട്ട് അവൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഇവിടെ നമ്മുടെ ഗ്യാബി ആ ഒരു സോംബികളുണ്ടല്ലോ അതിനെ ഓരോന്നിനായിട്ട് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അവൾ ഇവിടേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ബാരനാണെങ്കിലോ അവളുടെ മകനെ ആ മരത്തിനടുത്തേക്ക് വെച്ച് കിടത്തി ഇപ്പോൾ കാണിക്കുമ്പോൾ അവൻ്റെ കൈയെല്ലാം ആ ഒരു വേരുകളോ ഒന്ന് പിടിക്കുന്നു. എന്നിട്ട് ആ ഒരു കോടാലി എടുത്ത് സ്റ്റെഫനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കും ആദ്യം ബാരനെ കൊണ്ട് അത് കഴിയത്തില്ല, കാരണം സ്വന്തം മകനാണല്ലോ. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇവിടെ ഗ്യാബി ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിരുന്നാലും അവൾക്കും കഴിയുന്നില്ല, കാരണം അവളെ ഇപ്പോൾ ഒരു വേര് വന്ന് പിടിച്ചേക്കാണ്. അപ്പോഴാണ് നമ്മുടെ ഗ്യാബി അതെല്ലാം വലിച്ചിടഞ്ഞിട്ട് പെട്ടെന്ന് ബാരൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ബാരൻ അവളെ വെട്ടാനായിട്ട് വരുന്നതും അവൾ ആ ഒരു അമ്പ് ബാരൻ്റെ ദേഹത്തേക്ക് വിട്ടിട്ട് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാണ്. അതിൽ നമ്മുടെ ബാരൻ ഗ്യാബിനെ അറ്റാക്ക് ചെയ്ത് അവൾ താഴെ വീഴുന്നുണ്ട്. അവളുടെ ബോധം നഷ്ടപ്പെട്ടു. അപ്പോഴേക്കും ഒരു സോംബി മനുഷ്യൻ ഗ്യാബിയുടെ അടുത്തേക്ക് വന്ന് അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റെഫൻ വന്ന് അതിനെ കുത്തി ആ സോംബിയെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നുണ്ട്. അപ്പോഴേക്കാണ് ബാരൻ ഗ്യാബിയുടെ തലയിൽ പിടിച്ചിട്ട് അവളെ വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. എന്നിട്ട് അവളെ മരത്തിനടുത്തേക്ക് കൊണ്ടുവന്ന് അവളെ ഇപ്പോൾ ബലി കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ സ്റ്റെഫൻ ആ ഒരു സോംബിയെ കൊന്നതിന് ശേഷം ബാരൻ ഗ്യാബിയെ കൊല്ലാനായിട്ട് ആ ഒരു കോടാലി ഇങ്ങനെ പൊക്കുന്ന സമയത്ത് തന്നെ പുറകിലൂടെ സ്റ്റെഫൻ വന്ന് അവൻ്റെ അച്ഛൻ്റെ മുതുകിലേക്ക് കുത്തി അവനെ അവിടെ വെച്ച് കൊല്ലാൻ പോവാണ്. അപ്പോൾ ബാരൻ സ്റ്റെഫന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി വീണ്ടും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഗ്യാബി ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. ഗ്യാബി പറയും, പെട്ടെന്ന് അവനെ കൊല്ല്, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാന്ന് പറയുമ്പോൾ എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് ഓടി ആ ക്യാബിനകത്തേക്ക് തന്നെ ചെല്ലും. എന്നിട്ട് നമ്മുടെ ഗ്യാബി ആണെങ്കിൽ പെട്ടെന്ന് കുളിച്ച് നല്ലതുപോലെ ഫ്രഷ് ആവുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും അവളൊരു സ്വപ്നം കാണുന്നു. അതിൽ അവൾ അവിടെയുള്ള ഒരു കുളത്തിനടുത്ത് നിൽക്കുമ്പോൾ അവളുടെ കാലിലൂടെ ഈ വേരുകൾ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ. അത് കഴിഞ്ഞ അടുത്ത ദിവസം ഗ്യാബി ബാരൻ്റെ ആ ഒരു ബുക്കുണ്ടല്ലോ അത് വായിച്ചിട്ട് അതിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ബാരനെ കാണിക്കുമ്പോൾ അവനെ ആ ഒരു ഫംഗസ് അറ്റാക്ക് ചെയ്തിട്ടും അവൻ ഈ ഒരു മരം ഉണ്ടല്ലോ അതിനെയാണ് ദയവായിട്ട് കാണുന്നത്. അതിനുവേണ്ടി അവനെ തന്നെ ത്യാഗം ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്. അതുമല്ല ആ ഒരു മഷ്റൂം കഴിച്ച് അവൻ സ്വയം അവനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അത് കഴിയുന്നില്ല. അതേസമയം ഇവിടെ നമ്മുടെ ഗ്യാബിയെ കാണിക്കുമ്പോൾ അവൾക്ക് വീണ്ടും ഇൻഫെക്റ്റഡ് ആയിട്ട് അവളുടെ ശരീരം മുഴുവനായിട്ടും ഈ ഒരു ഫംഗസ് ബാധിച്ചു. അവളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതേപോലെ തന്നെ ആ ഒരു മഷ്റൂം കൊണ്ടും അവളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ സ്റ്റെഫനാണ് അവളുടെ അടുത്തിരുന്ന് അവളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അവൾ പറയും, എൻ്റെ അടുത്തിരുന്നിട്ട് ഒരു കാര്യമില്ല, നീ ഒരു ലോകത്തേക്ക് പോ, എല്ലാം നല്ലതുപോലെ തന്നെ കാണ് എന്ന് പറയുന്നതും ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഗ്യാബിയുടെ അവസ്ഥ ദേ ഇതുപോലെയാണ്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റെഫനോട് പറയും, നീ എന്നെ കൊന്നിട്ട് ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ സ്റ്റെഫൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ആ ഒരു കത്തിയെടുക്കും. അത് കഴിഞ്ഞ് അവൻ ഇവിടെ നിന്നും ഗ്യാബി പറഞ്ഞു കൊടുത്ത ആ ഒരു അടയാളങ്ങളെല്ലാം വെച്ച് അവൻ അവിടെ നിന്ന് നടന്ന അവസാനം ഈ ഒരു കാട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് വരുന്നു. അപ്പോൾ ഇതെല്ലാം ആദ്യമായിട്ടാണ് അവൻ കാണുന്നത്. എന്നിട്ട് അവൻ വീണ്ടും പുതിയൊരു ജീവിതം ജീവിക്കാൻ തുടങ്ങാണ്. അങ്ങനെ ഈ ഒരു സിറ്റിയിൽ വന്ന് അവൻ നല്ലതുപോലെ തന്നെ ജീവിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവൻ ആഹാരമെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും സ്റ്റെഫൻ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം ഈ ഒരു ഫംഗസ് പടർന്നു പിടിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം അവൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതിലൂടെ തന്നെ എന്താണ് മനസ്സിലാക്കുന്നത്? അവൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫംഗസ്
ലോകം മുഴുവനായിട്ട് വ്യാപിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുവഴി അത് ലോകം മുഴുവനായിട്ടും പഴരാൻ തുടങ്ങും എന്നും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ലാസ്റ്റ് ഓഫ് അസ് എന്ന് പറഞ്ഞ ആ ഒരു മൂവിയിലും ഇതുപോലെയുള്ളൊരു ഫംഗസ് മനുഷ്യരിലൂടെ തന്നെ അതിന് ജീവിക്കാൻ വേണ്ടി മറ്റുള്ള മനുഷ്യരെ അറ്റാക്ക് ചെയ്ത് ഈ ലോകം മുഴുവൻ തന്നെ നശിപ്പിക്കുന്നു. അപ്പോൾ ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.